ഹലോ ഗൈസ്, എല്ലാവർക്കും ടെക്ഫോക്സ് മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അർജുനാണ്. ഗൈസ്, ഞാനൊരു എഡിറ്റിംഗ് സംഭവമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. തമ്പനയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോസ്റ്റ്, അതിൽ നിന്നൊക്കെ ഒരു 3D രൂപത്തിലുള്ള ഒരു എഡിറ്റിംഗ്, അതായത് നമ്മുടെ ഫോട്ടോ ഇങ്ങനെ പുറത്തേക്ക് വരുന്നത് പോലെ തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു എഡിറ്റിംഗ്. ഇത് വളരെ സിമ്പിളായി നിങ്ങൾക്ക് ഫോണിൽ നിന്ന് തന്നെ ചെയ്യുവാൻ സാധിക്കും. സോ ആ ഒരു സംഭവം എങ്ങനെ ചെയ്യാമെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇതിനായി ഒറ്റൊരു ആപ്ലിക്കേഷൻ, പിക്സാർട്ട് എന്ന ആപ്ലിക്കേഷൻ മാത്രമേ ആവശ്യമുള്ളൂ. ഇതിൽ നിന്നും വളരെ സിമ്പിളായ ഒരു സ്റ്റെപ്പോടുകൂടി നിങ്ങൾക്ക് ഈ ഒരു എഡിറ്റിംഗ് കംപ്ലീറ്റ് ചെയ്യാനാകും. ജസ്റ്റ് ഒരു 5 മിനിറ്റ് അത്ര മാത്രമേ നിങ്ങൾക്ക് ഇതിന് വേണ്ടി വരികയുള്ളൂ. സോ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായും കാണുക. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് എങ്ങനെയാണ് എന്ന് കൃത്യമായി മനസ്സിലാവുകയില്ല. സോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണുക. അതിനു മുൻപേ ഒരു കാര്യം, ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ ഇതുപോലെയുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഗൈസ്, എഡിറ്റ് ചെയ്യുന്നതിനായി ആദ്യമേ തന്നെ നിങ്ങൾ പിക്സാർട്ട് ഒന്ന് ഓപ്പൺ ചെയ്യുക. ശേഷം നിങ്ങൾക്കൊരു സ്ക്രീൻഷോട്ട് ആവശ്യമാണ്. അതായത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഒരു ഫോട്ടോയുടെ സ്ക്രീൻഷോട്ട് എടുത്തു വയ്ക്കുക. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇത്തരത്തിലുള്ള സ്ക്രീൻഷോട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ പോസ്റ്റ് ചെയ്ത ഏതെങ്കിലും ഒരു ഫോട്ടോയുടെ സ്ക്രീൻഷോട്ട് ഇത്തരത്തിൽ ഇൻസ്റ്റാഗ്രാമിൽ നിന്നും എടുത്തു വയ്ക്കുക. ഓക്കെ, ഇനി നിങ്ങൾ താഴെയായി കാണുന്ന ഓപ്ഷൻസിൽ നിന്നും ആഡ് ഫോട്ടോ എന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്ത് ഇതിലേക്ക് ബാക്ക്ഗ്രൗണ്ടായി നൽകേണ്ട ഒരു ഇമേജ് ആഡ് ചെയ്യുക. ഞാനിവിടെ ഒരു റോഡിൻ്റെ ഫോട്ടോയാണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, അത് ഇത്തരത്തിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഈ സ്ക്രീൻഷോട്ടിൽ എടുത്തിരിക്കുന്ന ആ ഒരു പോസ്റ്റ് ചെയ്ത ഫോട്ടോയുടെ സൈസ് എന്ന് പറയുന്നത് 3:2 സോ ഞാനിവിടെ ഈ ഒരു ഇമേജ് ക്രോപ്പ് ചെയ്യുന്നുണ്ട് അതേ സൈസിൽ. ഓക്കെ, അത് ക്രോപ്പ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് മേലെ ടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഇവിടെ നിങ്ങൾ പോസ്റ്റ് ചെയ്ത ആ ഒരു ഫോട്ടോയുടെ മേലെ അതിന് കണക്കായി സെറ്റ് ചെയ്യുക. ഇത്തരത്തിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അത് സെറ്റ് ചെയ്ത ശേഷം മുകളിൽ കാണുന്ന ടിക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു ഫോട്ടോ, നമ്മളൊരു എക്സ്ട്രാ ഫോട്ടോ ആഡ് ചെയ്ത് അവിടെ പോസ്റ്റ് രൂപത്തിൽ വന്നിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ആഡ് ഫോട്ടോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഏത് ഇമേജിനെയാണോ 3D രൂപത്തിൽ ഇതിലേക്ക് വരുത്തേണ്ടത് ആ ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഈ ഒരു ബൈക്കിൻ്റെ ചിത്രം സെലക്ട് ചെയ്യുന്നുണ്ട്. ശേഷം ഇതുപോലെ നിങ്ങൾ സൂം ചെയ്ത് അതിനെ അഡ്ജസ്റ്റ് ചെയ്യുക. താഴെ കാണുന്ന ഓപ്പാസിറ്റി എന്ന ഭാഗം ഒന്ന് കുറച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഇത് കാണുവാൻ സാധിക്കും. അതായത് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഇതിനുള്ളിലൂടെ കാണുവാൻ സാധിക്കും. സോ ആ ഫോട്ടോയുടെ പുറത്തേക്ക് വരേണ്ട ഭാഗം, അതായത് നമ്മൾക്ക് 3D രൂപത്തിൽ കാണുവാനായി ഫോട്ടോയുടെ കുറച്ചു ഭാഗം, ഈ ഒരു ബൈക്കിൻ്റെ ഇമേജിൻ്റെ കുറച്ചു ഭാഗം പുറത്തേക്ക് തള്ളി നിൽക്കേണ്ടതുണ്ട്. ഓക്കെ, ആ ഒരു രീതിയിൽ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ഫോട്ടോയാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് ഇത്തരത്തിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി മുകളിൽ കാണുന്ന ഇറേസ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ കുറച്ച് ഓപ്ഷൻസ് ലഭിക്കും. ഇനി തൊട്ടിപ്പുറത്ത് കാണുന്ന ഏറ്റവും താഴെ ഈ കാണുന്ന ഒരു കോണ്ടാക്റ്റ് പോലെയുള്ള ഐക്കൺ ഉണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ഭാഗമൊക്കെ ഇറേസ് ആയി ആ ക്രോപ്പ് ചെയ്യേണ്ട ഭാഗം, അതായത് ബൈക്കിൻ്റെ ആ ഒരു ഇമേജിൻ്റെ ഭാഗം മാത്രം ഇത്തരത്തിൽ ക്രോപ്പായി കിട്ടും. ഇനി നിങ്ങൾ ഈ ഇറേസ് ബട്ടൺ ഉപയോഗിച്ച് അതിൻ്റെ സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഇവിടെ ബാക്കിയുള്ള മായ്ച്ചു കളയേണ്ട ഭാഗം ഇത്തരത്തിൽ മായ്ച്ചു കളയാവുന്നതാണ്. അധികം മാഞ്ഞു പോയാൽ തൊട്ടിപ്പുറത്തുള്ള ബ്രഷ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒന്നുകൂടി അതിനെ വരുത്താവുന്നതാണ്. നിങ്ങളൊരാളുടെ ഫോട്ടോയാണ് സെലക്ട് ചെയ്തതെങ്കിൽ ആ ആളെ മാത്രം ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ക്രോപ്പ് ചെയ്യാവുന്നതാണ്. എല്ലാ വശങ്ങളിലും അധികം വന്നിരിക്കുന്ന ഭാഗം ഇറേസ് ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് മായ്ച്ചു കളയാവുന്നതാണ്. ഇനി ഈ പോസ്റ്റിനെ 3D രൂപത്തിലാക്കുന്നതിനായി നമുക്ക് ഇതിൻ്റെ കുറച്ച് ഭാഗം ഉള്ളിൽ, അതായത് ആ പോസ്റ്റിൻ്റെ അകത്ത് വരുന്നത് പോലെ ആക്കുവാൻ വേണ്ടി ഇത്തരത്തിൽ കൃത്യമായി ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജിന് കണക്കായി ഇത്തരത്തിൽ മായ്ച്ചു നൽകുക. അധികം വന്നിരിക്കുന്ന ഭാഗങ്ങളെല്ലാം ഇറേസ് ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് മായ്ച്ചു നൽകാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ കാണാം ആ ഒരു ബൈക്കിൻ്റെയും അതുപോലെ തന്നെ ആ ഒരു ഇമേജ് മാത്രം ക്രോപ്പായി വന്നിട്ടുണ്ട്. ഇനി മുകളിലെ ടിക്ക് ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്ത് ഈ ഓപ്പാസിറ്റി എന്ന ഭാഗം മൊത്തമായി കൂട്ടി നൽകുക. ഓക്കെ ഗൈസ്, സംഭവം സെറ്റായിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായി നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഇമേജസ് ഉണ്ടാക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് ഗ്യാലറിയിലേക്ക് സേവ് ചെയ്യാം. നമുക്ക് ഗ്യാലറിയിൽ പോയി മൊത്തമായി ആ ഇമേജ് ഒന്ന് എടുത്തു നോക്കാം എങ്ങനെയുണ്ട് എന്ന്. ഓക്കെ, അതിനായി ഞാൻ ഗൂഗിൾ ഫോട്ടോസ് ഒന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഞാൻ നേരത്തെ കുറച്ച് ഇമേജസും ഇത്തരത്തിൽ ക്രിയേറ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഇമേജാണിത്. നല്ല അടിപൊളിയായി തന്നെ വന്നിട്ടുണ്ട്. അതായത് പുറത്തേക്ക് വരുന്ന രീതിയിൽ 3D രൂപത്തിൽ തന്നെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ല രീതിയിൽ കൃത്യമായി അനാവശ്യമായ ഭാഗങ്ങളൊക്കെ മായ്ച്ചു കളഞ്ഞാൽ നല്ല ഒരു റിസൾട്ട് തന്നെ ലഭിക്കും. ഞാനിത് പെട്ടെന്ന് ചെയ്തതുകൊണ്ട് ചെറിയ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാകാം. ഇതൊക്കെ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ച ഇമേജസ് ആയിരുന്നു. ഇൻസ്റ്റാഗ്രാം സ്ക്രീൻഷോട്ട് തന്നെ വേണമെന്നില്ല, മറ്റുള്ള ഏത് സോഷ്യൽ മീഡിയാസിലെ സ്ക്രീൻഷോട്ടും ഇതിനായി ഉപയോഗിക്കാവുന്നതാണ്.
ഗൈസ് വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല കിടിലൻ പോസ്റ്റുകളൊക്കെ ഇത്തരത്തിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. സോ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഷെയർ ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും എത്തിക്കുക. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് തുടർന്ന് ലഭിക്കുന്നതിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.